അവസാന യാത്രയിലും രണ്ടുപേർക്ക് ജീവൻ പകുത്തു നൽകിയ ഒരമ്മയുടെ കഥയാണിനി. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി ജസീന്ത കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജസീന്തയുടെ വൃക്കകളും കരളും ഇനി രണ്ടുപേർക്ക് ജീവന്റെ തുടിപ്പേകും. ദുബായിൽ സന്ദർശക വിസയിൽ കഴിയവെയായിരുന്നു വിയോഗം. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി കാവീട് വെള്ളറ വീട്ടിൽ ജോസ്മോന്റെ ഭാര്യ 63-കാരിയായ ജസീന്ത, എല്ലാവരുടെയും പ്രിയപ്പെട്ട ജസിയമ്മ. 3 വർഷം മുൻപ് ജീവന്റെ പാതിയായ ജോസ്മോൻ ജസിയോട് വിട പറഞ്ഞു. ഭർത്താവിന്റെ മരണമുണ്ടാക്കിയ ആഘാതം അമ്മയെ തളർത്തി. ശേഷം ദുബായിലുള്ള മകൾ ബ്രിറ്റിക്കൊപ്പമായി താമസം. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മസ്തിഷ്ക മരണമുണ്ടായി. പിന്നാലെ മക്കളും മരുമക്കളും ചേർന്ന് ആ തീരുമാനമെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം തീരാ നോവാകുമ്പോഴും മറ്റ് 2 കുടുംബങ്ങളിൽ ആശ്വാസം എത്തിക്കുന്ന വലിയ തീരുമാനം. മമ്മി റെസ്പോണ്ടൊന്നും ചെയ്യാതെ ആയപ്പം മമ്മിനെ വെന്റിലേറ്ററിലാക്കിയപ്പോൾ തന്നെ മമ്മി DHA മോണിറ്റേർഡ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, മമ്മീനെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ DHA മമ്മിയുടെ ബ്രെയിൻ സ്റ്റെം ഫങ്ഷനിങ് ടെസ്റ്റ് നടത്തി. ടെസ്റ്റിൽ പോസിറ്റീവായിരുന്നു. മമ്മിയുടെ ബ്രെയിൻ ഡെത്തായി എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഓണർ വാക്ക് എന്ന പേരിലുള്ള ബഹുമാന സൂചകമായ യാത്രയയപ്പ് നൽകിയാണ് ജസീന്തയെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത്. ജസീന്തയുടെ വൃക്കകളും കരളും മറ്റു 2 പേർക്കായി നൽകി. മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. UAE നിയമപ്രകാരം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ അവയവദാനം സാധ്യമാകൂ. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഹയാത്ത് ആപ്പിലോ വെബ്സൈറ്റിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. സന്ദർശക വിസയിലെത്തി ഒരു മലയാളി അവയവദാനം നടത്തുന്നതും അപൂർവമാണ്. എത്ര അകലേക്ക് മറഞ്ഞാലും ജസിയമ്മ ദുബായിയുടെ ഹൃദയത്തിൽ മായാത്തൊരു മുദ്ര പതിപ്പിച്ചാണ് മടങ്ങുന്നത്. എക്കാലവും തിളങ്ങി നിൽക്കുന്ന മുദ്ര. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.